മണിയൻപിള്ള രാജുവിന്റെ കാർ ഇടിച്ച് രണ്ടുപേർക്കായിരുന്നു ഇന്നലെ പരിക്കേറ്റത്. ട്രിവാൻഡ്രം ക്ലബിന് സമീപമുണ്ടായ അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരായ നിവേദിത്, കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന് ശേഷം മണിയൻപിള്ള രാജുവിന്റെ വാഹനം നിർത്താതെ പോയി എന്നാണ് പരാതി. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നടൻ കാറുമായി ഒളിവിൽ പോയെന്നാണ് നിഗമനം. ഇന്നലെ രാത്രി 2 വട്ടം പോലീസ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. സനിസ ശോഭ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സനിസ, അപ്പോൾ മണിയൻപിള്ള രാജു തന്നെയാണ് കാർ ഓടിച്ചത് തുടങ്ങിയ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. മണിയൻപിള്ള രാജു ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എപ്പോഴെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്തെങ്കിലും പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ദിവ്യ ജിൽസി, ഞാനിപ്പോൾ നിൽക്കുന്നത് മണിയൻപിള്ള രാജുവിന്റെ ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടിലാണ്. 9:30 കൂടെ തന്നെ മണിയൻപിള്ള രാജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇന്നലെ 9:30 മണിക്കായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഗേറ്റിന് തൊട്ട് മുൻപിലേക്ക് മണിയൻപിള്ള രാജു എത്തുകയായിരുന്നു. വെള്ളയമ്പലത്ത് നിന്നും റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ വരുന്ന നിവേദിതും അതുപോലെ തന്നെ സൂരജും അവിടെ വെച്ചാണ് ഈ മണിയൻപിള്ള രാജുവിന്റെ കാർ ഇവരെ ഇടിക്കുന്നത്. ഇടിച്ചിട്ട് മണിയൻപിള്ള രാജു അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. ഈ നിവേദിന് കാലിന് പൊട്ടലുണ്ട്. കൂടാതെ തന്നെ സൂരജിനും സാരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇരുവർക്കും ഗുരുതരമായ പരിക്കുകളുണ്ട്. നിവേദിന്റെ കാല് പൊട്ടിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഈ 9:30 മണിയോടെ ഈ അപകടം നടന്ന് 10 മണിയോടെ തന്നെ പോലീസിന് ഈ വിവരം ലഭിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ ആരാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയതെന്നും ഈ കാർ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞത് എന്ന തരത്തിൽ അന്വേഷണം നീളുകയായിരുന്നു. അപ്പോൾ ഒരു പ്രധാന നടൻ, പ്രശസ്തനായ ഒരു നടനാണ് ഇതിന് പിന്നിൽ, ഈ കൃത്യത്തിന് പിന്നിൽ എന്ന് അപ്പോൾ തന്നെ വിവരം ലഭിച്ചിരുന്നു. പിന്നീടാണ് അത് മണിയൻപിള്ള രാജുവാണ് എന്നതിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് മണിയൻപിള്ള രാജുവിനെ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് അദ്ദേഹം പോലീസിനോട് പ്രതികരിക്കുകയായിരുന്നു. താൻ തന്നെയാണ് ഈ കാർ ഇടിച്ചതെന്നും കൂടാതെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അതിനനുസരിച്ച് ഇപ്പോൾ 9:30 മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ 9:30ക്കാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഇത്ര സമയമായി അതും 2 യുവാക്കളെ കാർ ഇടിച്ചിട്ട് കടന്നു കളയുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഒട്ടേറെ അപകടങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ഈ ആഴ്ച തന്നെ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായ സംഭവങ്ങൾ അടക്കമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കാർ ഇടിച്ചിട്ട് ഈ സമൂഹത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തി, സാമൂഹിക ബോധ്യത്തോടെ പെരുമാറേണ്ട ഒരു വ്യക്തി, അദ്ദേഹം കാർ ഇടിച്ചിട്ടിട്ട് താൻ തന്നെയാണ് കാർ ഇടിച്ചിട്ടത് എന്ന് പറയുന്നു. എന്നാൽ ഈ 2 പേരും റോഡിൽ ഈ അപകടത്തിന് ശേഷം കിടക്കുമ്പോൾ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല, ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ താൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹം പോലീസിനോട് പറയുകയും ഉണ്ടായി. അത് വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് 9:30 മണിയോടെ ഈ മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. 9:30 മണിയോടെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ജിൽസി, ദിവ്യ. ശരി സനിസ, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്? അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഇങ്ങനെയൊരു ആക്സിഡന്റ് ഉണ്ടാക്കി എന്നതിൽ തന്നെയാണോ? ട്രിവാൻഡ്രം ക്ലബിലായിരുന്നു 9:30 മണി വരെ മണിയൻപിള്ള രാജു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്കറിയാം, ഗേറ്റിന്, ട്രിവാൻഡ്രം ക്ലബിന്റെ ഗേറ്റിന്റെ തൊട്ട് മുൻപിലായിട്ടാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗേറ്റ് കടന്ന് മണിയൻപിള്ള രാജു വരുന്ന ആ ഒരു സ്പോട്ടിലാണ് ഈ വെള്ളയമ്പലത്തു നിന്നുമുള്ള ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ നിന്നും ഈ 2 യുവാക്കൾ എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ മണിയൻപിള്ള രാജു അവിടെ നിന്ന് കടന്നു കളഞ്ഞതായിട്ടാണ് ലഭിക്കുന്ന വിവരം. ഇവരെ മറ്റുള്ളവരാണ്, നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ ഈ മണിയൻപിള്ള രാജുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതായിരിക്കും.